ഹായ് ഫ്രണ്ട്സ്, നമ്മളന്ന് പോകുന്നത് നമ്മുടെ കല്യാണത്തിൻ്റെ സേവ് ദി ഡേറ്റിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സേവ് ദി ഡേറ്റ് ഒന്നും വേണ്ടാന്ന് കരുതിയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളും തിരക്കുകളൊക്കെയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് കണ്ടാൾക്ക് ഓടി എത്താൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് സേവ് ദി ഡേറ്റ് ഒന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാമറാമാൻ എന്ന് പറയുന്നത് നമ്മുടെ ചങ്ക് ബഡ്ഡിയാണ്. അപ്പോൾ അവൻ തന്നെ പറയില്ല, പറ്റത്തില്ല, നീ സേവ് ദി ഡേറ്റ് എടുത്തേ പറ്റുള്ളൂ. അങ്ങനെ അവൻ്റെ വാശിപ്പുറത്ത് ഞങ്ങൾ സേവ് ദി ഡേറ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഓടിക്കുന്ന നമ്മുടെ അജീഷ്, നമുക്ക് അറിയാം, പഴയ വീഡിയോയിൽ കണ്ടവർക്കറിയാം, അവൻ്റെ മകളാണുള്ളത്. അപ്പോൾ അവർ അപ്പനും മോനും കൂടെയാണ് ഞങ്ങൾ സേവ് ദി ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ പൂവാറ് ബീച്ചിൻ്റെ അവിടെയാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ബീച്ച് സൈഡാകുമ്പം അതിൻ്റെ കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ എന്തോ കാർണിവലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ പിള്ളേർ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ വൈകുന്നേരം കാണാൻ അതിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പോകുന്നവർക്ക് പോയാൽ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പോകുന്നത് പൂവാർ ബീച്ചിൽ ഏറ്റവും എൻഡിലാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് ഫോട്ടോസ് ഷൂട്ടിന് പറ്റിയ സ്ഥലമെന്ന് നമ്മുടെ ക്യാമറാമാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ വരുന്ന വഴിക്കൊരു ഓട്ടോവും കാര്യങ്ങളൊക്കെ കാണാം. ദീക സൈഡിൽ ഓട്ടോ ഒക്കെ ഉണ്ട്. ഈ വണ്ടി ഓടിക്കുന്നവരിട്ട് ഷേക്ക് ചെയ്തിട്ടുണ്ട്, വീഡിയോ ഇങ്ങനെ ഷേക്ക് വരുന്നത്. എൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാനുള്ള പ്ലാനാണ്. ചിന്നുവിൻ്റെ ബാഗാണ് അജീഷ് തൂക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് നമ്മൾ ബാക്കിൽ നിൽക്കും നമ്മുടെ ക്യാമറമാൻ. അപ്പം നമ്മൾ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരെയും മുഖം പ്രത്യേകിച്ച് എൻ്റെ മുഖം വെച്ചിട്ട് അവൻ കഷ്ടപ്പെട്ട് നല്ലോണം അത്യാവശ്യം കൊള്ളാവുന്ന ഫോട്ടോസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ ആ ഫോട്ടോസൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് സൺസെറ്റ് ആക്കാനായിട്ട് ഒരു ചായയും കുടിച്ചിട്ട് പിരിയാന്നുള്ള പ്ലാനാണ്. അപ്പം മിക്കവാറും കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോസ് കാണുക, കാരണം അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. അപ്പം ഡേറ്റ് ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ സേവ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ വീഡിയോസ് നിങ്ങൾ കാണുക. അപ്പം നമ്മുടെ അവസരങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പം ബാക്കിയുള്ള വീഡിയോസ് ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.